ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു പുതിയ സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. ആർഡിനോയുമായി സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയുള്ള ഒരു സീരീസ് ആയിരിക്കും ഇത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എന്താണ് ആർഡിനോ എന്ന് നോക്കാം. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അടിസ്ഥാനമാക്കിയുള്ള എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഇലക്ട്രോണിക്സ് പ്ലാറ്റ്ഫോമാണ് ആർഡിനോ. പലതരത്തിലുള്ള ആർഡിനോകൾ വരുന്നുണ്ട്. ആർഡിനോ നാനോ ചെറിയ പ്രൊജക്റ്റുകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ആർഡിനോ യൂണോ കുറച്ചും കൂടി മീഡിയം സൈസ്ഡ് പ്രൊജക്റ്റുകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ആർഡിനോ മെഗ അത്യാവശ്യം വലിയ പ്രൊജക്റ്റുകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ആർഡിനോ IDEയും അതിലെ പ്രോഗ്രാമിനെ കുറിച്ചും നോക്കാം. ഇതാണ് ആർഡിനോ IDEയുടെ ലോഗോയും അതിൻ്റെ ഇൻ്റർഫേസും. എന്താണ് ആർഡിനോ IDE? ആർഡിനോ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ് ആർഡിനോ IDEയുടെ ഫുൾ ഫോം. ഈ ഒരു സോഫ്റ്റ്വെയറിൽ കോഡ് എഴുതാനായിട്ടുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്ററും ഒരു മെസ്സേജ് ഏരിയയും ഒരു ടെക്സ്റ്റ് കൺസോളും കുറേ ബട്ടൺസും മെന്യൂസും ഉള്ളൊരു ടൂൾ ബാറും ഉണ്ട്. ഈ ഒരു ആർഡിനോ IDE നമ്മുടെ ആർഡിനോയുമായി കണക്ട് ചെയ്ത് അതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അതിലേക്ക് പ്രോഗ്രാംസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളൊരു കേബിൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. അതിനെ A to B കേബിൾ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആർഡിനോയുടെ പിൻ ഔട്ടിനെ കുറിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ആർഡിനോ ബോർഡ്. ആദ്യം കാണുന്ന പോർട്ടാണ് പ്രോഗ്രാമിംഗ് പോർട്ട്. രണ്ടാമത് വരുന്നതാണ് വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കാനുള്ള ബാരൽ ജാക്ക് പോർട്ട്. ആദ്യം കാണുന്ന സ്വിച്ചാണ് റീസെറ്റ് സ്വിച്ച്. പവർ ഔട്ട്പുട്ട് ഇൻപുട്ട് പിന്നുകളാണ് ഈ കാണുന്നത്. അനലോഗ് ഇൻപുട്ട് പിന്നുകളാണ് ഇത്. ഇനി നമുക്ക് ഡിജിറ്റൽ പിന്നുകളാണ് കാണുന്നത്. ഇത് ഔട്ട്പുട്ട് നൽകാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ആർഡിനോ IDE ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അഡ്രസ് ബാറിൽ arduino.cc എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആർഡിനോയുടെ ഒഫീഷ്യൽ വെബ് പേജിലേക്ക് ഡയറക്റ്റ് ആവും. അതിൽ സോഫ്റ്റ്വെയർ സെക്ഷനിലേക്ക് പോവുക. ആർഡിനോ IDEയുടെ ലേറ്റസ്റ്റ് വേർഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. 3 തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ അവൈലബിൾ ആണ്. വിൻഡോസ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, മാക്കും ഉണ്ട്. എൻ്റെ വിൻഡോസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ 2 ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഡൗൺലോഡും കോൺട്രിബ്യൂട്ട് ആൻഡ് ഡൗൺലോഡും. നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ആൻഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ബാക്കി കാര്യങ്ങൾ ഒരു സാധാ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.